ആണവ കേന്ദ്രങ്ങൾക്ക് എതിരായ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിന് ഇറാന്റെ തിരിച്ചടി 30-ലധികം മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തത്. ടെലവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും വലിയ വില നൽകേണ്ടിവരുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ പക്ഷം ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകി തുടങ്ങി. ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം തുടരുകയാണ്. ടെല്ലവീവിലും ജെറുസലേമിലും ഹൈഫയിലും ഉഗ്ര സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രയേലിലെ വിമാനത്താവളങ്ങളും മറ്റ് സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിവരം. ഇസ്രയേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കയുടെ സൈനിക നടപടിയെ ശക്തമായി അപലപിക്കുകയാണ് ഇറാൻ. അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുള്ള കടന്നാക്രമണം അംഗീകരിക്കാനാകില്ലെന്നും വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. തിരിച്ചടിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുടെ മുന്നറിയിപ്പ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി വിളിച്ചു ചേർക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകണമെന്ന സമ്മർദ്ദമുണ്ടെങ്കിലും നേരിട്ടൊരു നീക്കത്തിന് ഇറാൻ ഉടൻ മുതിർന്നേക്കില്ലെന്നാണ് സൂചന. ബഹ്റൈനിലുള്ള US നാവികസേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തൊള്ള അലി ഖമനേയിയുടെ വിശ്വസ്തൻ ഹൊസൈൻ ഷരിയത്ത് മദാരി ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഒരാളെ ഇറാൻ തൂക്കിക്കൊന്നു. ഇറാനെതിരായ പ്രത്യാക്രമണം ഇസ്രയേലും കടുപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക, ജർമ്മൻ, ബ്രിട്ടീഷ്, ഫ്രഞ്ച് കപ്പലുകളെ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നും ഷരിയത്ത് മദാരി ആവശ്യപ്പെട്ടു. ഇറാനു വേണ്ടി ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ക്യൂബ, മെക്സിക്കോ, ചിലി, വെനസ്വേല ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ US-ന്റെ നടപടിയെ ശക്തമായി എതിർത്തു. സംഘർഷത്തിന് നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്ന് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആവശ്യപ്പെട്ടു. തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാന്റെ അവകാശവാദം. ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിരുന്നതായും ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണം നടന്ന ആണവ റിയാക്ടറുകൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.